നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെ. എനിക്ക് ഇതിന്റെ കളറാ ഇഷ്ടപ്പെട്ട്. നല്ല കളറ് അല്ലേ? നടക്ക് നന്നായി ചേരും. നീ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ എടുത്തു തന്നു. ഇനിയിപ്പോ എന്താ പരിപാടി? എന്ത് പരിപാടി? നീ ആ വാതിലടക്കി. പരിപാടി എന്താന്നൊക്കെ ഞാൻ പറയാ. ഇക്കാനെയും കൊണ്ട് ഞാനും വന്ന് വന്ന് ഒരു നാണം ഇല്ലാണ്ടായിട്ടുണ്ട് ഇതിന്. എനിക്കെന്തിനാ നാണം? നീ എന്റെ ഭാര്യയില്ലേ? പോയി ആലടക്കടി. അയ്യോ, വാതിലടച്ച് കുറ്റിയിട്ടിട്ട് മണവാളിനും മണവാട്ടിയും കൂടി സല്ലപിക്കാൻ പോവാ. നാണൂല്ലാത്ത സാധനങ്ങള്. അടുക്കളയിൽ ഒരു 100 കൂട്ടം പണികളുണ്ട്. എന്നാ പിന്നെ അതിനൊരു കൈ വന്ന് സഹായിക്കാം. അതൊന്നും അവൾക്ക് പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച പൂട്ടിങ്ങോട്ട് വേണ്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓ, അപ്പൊ ഇതാണില്ലേ നിങ്ങൾ ഇന്നലെ പോയി എടുത്ത ഡ്രസ്സ്? ഇതിന് എത്ര രൂപയാടാ? 4000. 4000 രൂപയോ? നമുക്ക് എന്താ ചക്ക വല്ല പ്രാന്തം ഉണ്ടോ ഈ 4000 രൂപയ്ക്കൊക്കെ തുണിയെടുത്ത് കൂട്ടാന്? അതിന് എന്താ ഇവള് ഉടുക്കാൻ തുണിയില്ലാണ്ടിരിക്കയാണ്? സമ്പാദിക്കുന്ന പൈസ മൊത്തം ഇങ്ങനെ കുട്ടികൾക്ക് തുണി പണിയൊക്കെ എടുത്ത് കളഞ്ഞോ മോരടൻ. ഡ്രസ്സൊക്കെ നന്നു. 4000 രൂപയ്ക്കുള്ള കോപ്പൊക്കെ ഉണ്ട്. നല്ല കളറും. ഞാനിത് ഇവൾക്ക് ചേരണ്ടേ? നമ്മുടെ തസ്നിക്ക് നന്നായി ചേരും തോന്നുന്നുണ്ട്. പെണ്ണിനെ നിറത്തിന് പറ്റിയ കളറാ. കുറെ നാളായില്ലേ പെണ്ണ് ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട്. ഇത് അവൾക്ക് കൊടുക്ക. അവൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത് എന്റെ ഡ്രസ്സല്ലമ്മ. തസ്നിക്ക് വേറൊന്നും എടുത്തു കൊടുക്കാം. ഞാനത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. നിന്റെ ഡ്രസ്സാ? നിന്റെ ഡ്രസ്സ് പറയാൻ ഇതിൽ നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇതെന്റെ മകൻ വാങ്ങിയ ഡ്രസ്സാ. ഞാൻ അതെന്റെ മകൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഈ 4000 രൂപയുടെ തുണി ഇടാനുള്ള മെനയൊന്നും നടക്കില്ലടി. പൈസയും ഈ 100 100 വല്ല ടോപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു തുണി അവൾക്ക് മേടിച്ചു കൊടുക്ക്. ഇപ്പൊ അവൾക്ക് ഒരു ഡ്രസ് ഇല്ലാന്നുള്ള വിഷമം വേണ്ട. ഉമ്മ അത് എന്തടാ? എവിടെ നിന്റെ പാന്റും ഷാളൊക്കെ? അത് പോട്ടെ സഫ്ന, നിനക്ക് ഞാൻ വേറൊരു ഡ്രസ് വാങ്ങിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ വായില് നാവുണ്ട് അല്ലേ? നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണ്? അത് താത്താ കൊടുക്കാനല്ലേ. അത് കൊടുത്തോട്ടെ. നിനക്ക് ഞാൻ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി ഡ്രസ്സ് വാങ്ങിച്ചു തരാം. പോരെ? വേണമെന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്കും നിങ്ങൾക്ക് തള്ളിക്കോ. ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ. എന്തടി സഫ്ന? നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ എന്നെ ഉമ്മ ഈ കണ്ണി കണ്ടതൊക്കെ പറയണത്. അതൊക്കെ പോട്ടെ. നിങ്ങൾ എന്തൊക്കെയാ അവര് പറയണത്? ഇതൊക്കെ നിങ്ങളെ വരില്ലാത്തോണ്ടല്ലേ. അവരുടെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടാലും മറുത്തൊരു വാക്കും വേണ്ടില്ല. എന്തൊക്കെ ഇങ്ങനെ? ഇതൊന്നും എനിക്ക് കേട്ടിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കാം. നിങ്ങളൊക്കെ എന്തിനാ പെണ്ണ് കെട്ടാൻ പോയത്? എന്റെ കൂടെ ജീവിതം തുറയ്ക്കാൻ വേണ്ടിട്ടോ? ഇങ്ങനൊരു നട്ടലില്ലാത്ത സാധനം. ഛേ, എന്റെ കൂടോത്രം ഫലിച്ചു. ഇവന്റെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി. എന്തിനാണ് ഈ വെയിലത്ത് നിന്ന് തിരുമ്പണത്? വെയിലൊക്കെ പോയിട്ട് ചെയ്താ പോരതൊക്കെ. അതൊന്നും ഇവിടെ നടക്കില്ലക്ക. നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഉമ്മാക്കേ ഞാൻ ഈ പൊരുവയിലെ തന്നെ നിന്ന് തിരുമ്പണത്ര. നമുക്കൊന്നും മിണ്ടാനും പറ്റില്ലല്ലോ. നമ്മുടെ കെട്ടിയ രൂപമില്ല. അപ്പൊ പെണ്ണുങ്ങൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും. അത് വേറൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ലടി. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ, അപ്പൊ തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടും. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്റെ ഇക്കം ഇതൊക്കെ കേട്ടിട്ട് എനിക്കിങ്ങനെ പെരുവരുന്ന് തരിച്ചു കേറുണ്ട്. എന്ത് കൈവശാണ് ആ ഉമ്മ വാങ്ങിക്ക് കൊടുത്താക്കണത്. ഈ തുണികളൊക്കെ ഇപ്പൊ വേഗം ഉണങ്ങി കിട്ടിയിട്ടേ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എവിടേക്കും പോവാനില്ല. നിങ്ങളുടെ ഉമ്മക്ക് എന്താ ഞാൻ ഈ വെയിലത്ത് നിന്ന് തിരുമ്പണം. അപ്പൊ അവർക്കൊരു സുഖം. അത്ര തന്നെ ഉള്ളൂ. അതിനൊത്തൊരു മകനും ഉമ്മത് പകലല്ല രാത്രിയാണ് പറഞ്ഞാൽ അതും വിശ്വസിക്കും. എങ്ങനെയാണാവോ ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ തിരുമ്പാൻ കൂടാ. അപ്പൊ വേഗം കഴിയുമല്ലോ. അത്രയ്ക്കൊക്കെ റിസ്ക് എടുക്കണോ? ഇനിയിപ്പോ നിങ്ങളുടെ ഉമ്മ കണ്ടിട്ട് വന്നാലേ അത് മതി. ഇനിയിപ്പോ എന്നായിരിക്കും കുറ്റം പറയേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം.
അയ്യേ ഈ ചെക്കന് എന്താ ചെയ്യണത്? ഡാ പെൺകൊന്താ, നാണമില്ലട നിനക്ക്? ഛേ, അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ കണ്ട ഞാൻ ചാവുക നല്ലത്. കെട്ടിയ പെണ്ണിന്റെ പടിവസ്ത്രം തിരുമ്മിക്കൊണ്ട് നിക്കണു അവൻ, ആണും പെണ്ണും കെട്ടവൻ. ഞാൻ അവളെ സഹായിക്കല്ലോ ഉമ്മ. അവന്റെ ഒരു സഹായം, നീ സഹായിക്കാൻ മാത്രമേ ഭാരപ്പെട്ട പണിയൊന്നും അവൾക്ക് ഇവിടെ ഇല്ല. നീ ആ തുണി അവിടെ ഇട്ടിട്ട് വെയിലത്തുനിന്ന് കയറി പോവാൻ നോക്കടാ. നീ ഇപ്പൊ വന്ന് എന്റെ മാനിയും കൊണ്ട് നിന്റെ അടിമപ്പണി വരെ ചെയ്യിപ്പിക്കാനായില്ലടി. അവനൊരു ആൺകുട്ടിയടി. ഞാൻ പോലും എന്റെ മാനിയും കൊണ്ട് ഇതിനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോഴാ ഇനി മേലെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ട. സഫ്ന, എനിക്കൊരു ഗ്ലാസ് ചായ വേണം കേട്ടോ. കടുപ്പം കുറച്ച് കൂട്ടിക്കോ, ചൂടധികം വേണ്ട. ഞാൻ ഉമ്മറത്തിരിക്ക, അവിടേക്ക് കൊടുന്നാ മതി. ശരി. ഓ, ഞാനിവിടെ നിൽക്കുമ്പോ നീ നിന്റെ കെട്ടിയവരുടെ ചായ കുടിക്കാൻ പറഞ്ഞു അല്ലേ? നീയേ എന്റെ മാന, എന്റെ മാത്രം. നിന്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ചെയ്യും. അത് വേറെ ആരും ചെയ്യണത് എനിക്കിഷ്ടല്ല. നീ ചായ വെക്കടി, കാണിച്ചു തരാനേ. എന്താ ഒരു ചൂട്? എന്തിനാടാ മാനി ഈ ചൂടത്ത് നീ ചായ കുടിക്കണത്? ഉമ്മ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി തരട്ടെ? വേണ്ടമ്മ, എനിക്ക് ചെറിയൊരു തലവേദന പോലെ, അതാ ഞാൻ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച്. അയ്യോ അയ്യോ, സോറി. അവളുടെ കോറി, എന്ത് കോറി നീ കാട്ടിയത്? ഓ, ഒരു ചായ പോലെ നേരം ഇട്ട് കൊടുക്കാറില്ലെങ്കിൽ പിന്നെ എന്തിനാടി നിന്നെയൊക്കെ? ആ ചായ ചൂടില്ലാത്തോട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്റെ മേല് മൊത്തം പൊള്ളിയിട്ടുണ്ടാവില്ലേ? നീ എന്റെ മനെ കൊല്ലാൻ നോക്കടി. ശൂലം പിടിച്ചവള്. രണ്ട് മത്തങ്ങ പോലത്തെ കണ്ണുണ്ടല്ലോടി മോത്ത്. എടി, നീ എവിടേക്കാടി പോണത്? ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട്? എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ല അവർക്ക് എന്നെ തല്ലിയത്. അവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിങ്ങളൊരു വാക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ കൂടെയൊക്കെ ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ ജീവിക്കേണ്ടത്? എടി, അതാ ചായ പോയൊരു ദേഷ്യത്തിലല്ലേ, അത് പോട്ടെ. ആർക്ക് പോട്ടക്ക? ആ ചായ എങ്ങനെ പോയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ ഉമ്മ മനഃപൂർവ്വം ചെയ്തതാ, എന്നെ നിങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിട്ട്. നിങ്ങളുടെ ഒരൊറ്റ കാര്യം പോലും ഞാൻ ചെയ്തിരുന്നത് നിങ്ങളുടെ ഉമ്മക്ക് ഇഷ്ടമല്ല. എന്താ, എനിക്ക് അതിനുള്ള അർഹതയില്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? വേണ്ട, ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ നിന്നാലേ ചെയ്യണ്ടു. ഞാൻ പോവാണ്. മടുത്തു എനിക്ക്. എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രം. എന്നാ സ്വന്തം ഭർത്താവെങ്കിലും അതൊന്നും മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കോ? അതുമില്ല. എന്തിനാ വെറുതെ? ഇനി ഞാൻ ഈ വീട്ടിക്ക് തിരിച്ചു വരണെങ്കിൽ നിങ്ങൾ നട്ടിലുള്ള ഒരു ആണിനെ പോലെ വന്ന് വിളിക്കും. അപ്പൊ ഞാൻ നോക്കാം.